എനിക്കും പട്ടി പിടിച്ചിട്ടാണ് ഇറങ്ങിയത്. നല്ല പടം, അടിപൊളി. ഇത് വിവാദങ്ങളിൽ പെടുത്തിട്ട് ദൈവം ഇത് നെഗറ്റീവ് അടിക്കുന്നത് അടിപൊളി, വേറെ ലെവൽ. ഇതുപോലെ സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഇത് വേറെ ലെവലിൽ ലോജിക്ക് നോക്കിയിട്ട് മാർക്ക് ആന്റണി ഫുട്ബോൾ ലെവലിൽ വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഗില്ലി ബാല കരകരാന്ന് പറഞ്ഞ ലാലായിട്ട് ഒരു വരവുണ്ട്. പിന്നെ അടിപൊളി ഒരു ഡാൻസിനും കൂടി തകർന്ന തെലുങ്ക് പടം, കളർഫുൾ തെലുങ്ക് പടം കണ്ട ഫീലിംഗ് ആണ്. ദിലീപേന്റെ കോമ്പോ അടിപൊളിയായിരുന്നു. ദിലീപേന്റെ എല്ലാവരോടും അടിച്ചേക്കാനുള്ള സംഭവം ദിലീപേന്റെ കയ്യിലുണ്ട്. നല്ലതായിരുന്നു, നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. എനിക്കും പട്ടി പിടിച്ചിട്ടാണ് ഇറങ്ങിയത്. നല്ല പടം, അടിപൊളി. ഇത് വിവാദങ്ങളിൽ പെടുത്തിട്ട് ദൈവം ഇത് നെഗറ്റീവ് അടിക്കുന്നത്. ഇത് ദൈവം ഇത് ആറാട്ടണ്ണനൊന്ന് കാണുക, ഫിഗർ ഔട്ടായ ആറാട്ടണ്ണനൊന്ന് കാണുക. ആറാട്ടണ്ണനെ ഉൾപ്പെടുത്തിയ ഒരു പടമാണ്. ദൈവം ഏത് ഒരു കമ്പാക്ക് കൂടെ ഇത് കണ്ടിട്ട് ഫുൾ ഭ്രാന്ത്. എനിക്ക് മട്ടായി, സത്യം പറഞ്ഞാൽ ഇത് 100% വട്ടപ്പാടുന്ന പടമാണ്. ദിലീപേട്ടിൽ തകർത്തോ? അടിച്ചു പൊളിച്ച് ഒച്ചയാണ്. എന്റെ സൗണ്ട് വരെ അത്രക്ക് അടിപൊളി, വേറെ ലെവൽ. ഇതുപോലെ സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഇത് വേറെ ലെവലിൽ ലോജിക്ക് നോക്കിയിട്ട് മാർക്ക് ആന്റണി ഫുട്ബോൾ ലെവലിൽ വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മോഹൻലാല്, എന്റെ പറയാനില്ല. നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് പടം കണ്ട് 3 മണിക്കൂർ തിയേറ്ററിൽ എനിക്കിന്ന് കൈയടിക്കണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാളെ വന്ന് കാണും. പടം ബ്ലോക്ക് വെച്ചിട്ട് ക്രിസ്മസ് തൂക്കി 100% ഷുവറാണ്. ഗില്ലി ബാല കരകരാന്ന് പറഞ്ഞ ലാലായിട്ട് ഒരു വരവുണ്ട്. പിന്നെ അടിപൊളി ഒരു ഡാൻസിനും കൂടി തകർന്ന തെലുങ്ക് പടം, കളർഫുൾ തെലുങ്ക് പടം കണ്ട ഫീലിംഗ് ആണ്. പിന്നെ രജനീകാന്ത് വന്നിട്ട് 100 പേരടിക്കണം, അത് അല്ലു അർജുൻ 150 പേരടിക്കണം. അപ്പൊ ദിലീപ് 50 പേര് ഇങ്ങനെ അടിക്കട്ടെ. അതുപോലെ സംഭവം പഠിച്ചിട്ടുണ്ട്. നല്ല കളർഫുൾ പടം, നല്ല രസമുണ്ട്. പിന്നെ ഈ പറഞ്ഞ ലോജിക്ക് കഥയൊന്നും ചോദിക്കരുത്, ഒരു എന്റർടൈൻമെന്റ്. അല്ല, ഇതിന് സിനിമ ലാസ്റ്റ് പറയുന്ന പോലെ തന്നെ ഓജി അഴിഞ്ഞാട്ടം തന്നെ പറയാൻ പറ്റുമോ? അഴിഞ്ഞാട്ടം തന്നെയാണ്, ഇവിടെ സംശയമില്ല. സംഭവം പൊളിച്ചേക്കാണ്. ഈ അഴിഞ്ഞാട്ടത്തിന് ആ രീതിയിലുള്ള അഴിഞ്ഞാട്ടാണ്. തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും ആഘോഷിക്കാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ ബോറിംഗ് സീനുകളൊന്നുമില്ല. ചേച്ചി സൂപ്പർ അടിപൊളിയായിരുന്നു. സൂപ്പർ. ഒരു തിയേറ്ററിൽ ആഘോഷം നമുക്ക് അർമാദിച്ചിറങ്ങാൻ പറ്റിയൊരു, തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിരുന്നു. സൂപ്പർ. പിന്നെ അത് കുറേ പേരുണ്ട്. നമ്മൾ മലയാളിലും തമിഴിലും കണ്ടു ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരൊക്കെ തിയേറ്ററിൽ ആ ഒരു ദിലീപേന്റെ ഉള്ള പ്രസൻസ് എത്രത്തോളം നമുക്ക് ഭയങ്കര വർക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലതായിരുന്നു, നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. അപ്പോൾ തിയേറ്ററിൽ ഉറപ്പായിട്ട് ആഘോഷിക്കാം. തീർച്ചയായിട്ടും അടിപൊളിയായിരുന്നു. എന്റർടൈനറാണ്. നമുക്ക് ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അവിടെ ചെന്നിരുന്ന് നമുക്ക് സന്തോഷിക്കാം. നമ്മൾ1 രൂപ കൊടുത്ത് മുടക്കി അവിടെ നമ്മുടെ സമയമാണ് വലുത്, പൈസയിൽ സമയം കിട്ടുന്നു. നമ്മുടെ സമയം അവർ എൻജോയ് ചെയ്ത് നമുക്ക് സന്തോഷിപ്പിക്കുന്നു. തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ അതേപോലെ ചെയ്തിട്ടുണ്ട്. ഒരു തിരിച്ചുവരവിനി എന്താ പറയണ്ട, ഏറ്റവും നല്ല പടമായിട്ട് അത് ചെയ്തു. ഇതിന്റെ ആ പഴയകാല രീതിയിൽ വന്നിട്ട് ജനങ്ങളിലേക്ക്, ജനഹൃദയത്തിലേക്ക് തന്നെ ജനനായകനായിട്ട് തന്നെ തിരിച്ചെത്തി. നന്നായിട്ടുണ്ട്, ഒരുമിച്ച് ചെയ്തു. മോഹൻലാലും കൂടെ വരുന്ന സമയത്ത് എല്ലാവർക്കും ആ ഒരു ചിത്രം, സിനിമയെ കുറിച്ചിട്ട് സാധാരണക്കാരിൽ ഉണ്ടാകുന്ന ഓരോ വ്യക്തി രീതിയും ഭരണരംഗത്തേക്ക് വരുന്ന കുറേ കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിച്ച ഏറ്റവും നല്ല പടം. അത് സംവിധായകന്റെ ആദ്യത്തെ പടം നന്നായി ആയിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. ഈ ദിലീപിന്റെ എന്താ പറയുക, ദിലീപിനെ പണ്ടത്തെ എങ്ങനെയാണോ ദിലീപ്, ആ ദിലീപിനെ പോലെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയ ഈ പടം. പടം സൂപ്പറാണ്. എല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് പടം ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നമുക്ക് അവര് പറയുന്ന പോലെ തന്നെ നോ ലോജിക് ഒൺലി മാഡ്നസ്. എല്ലാ ലോജിക്കും മാറ്റി വെച്ച് 2.5 മണിക്കൂർ നമുക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവം അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ ഒരു മാസ് തിരിച്ചുവരവാണ്. അതിൻ്റെ കൂടെ ലാലേട്ടൻ്റെ ഒരു അടിപൊളി ഓറ നമുക്ക് അത് ഫീൽ ചെയ്യും. ലാലേട്ടനെ അവർ കൊണ്ടുവന്നത് എന്തായാലും നന്നായി. കാരണം ഈ പടത്തിനെ ഇത്ര ഹൈപ്പിൽ വരാൻ കാരണം മോഹൻലാലിന്റെ ഓജി എന്നുള്ള ഒറ്റ പേരാണ്. അവർ രണ്ടുപേരും കൂടെ അവരെ ആ ഒരു കോംബോ തിരിച്ചു വന്നപ്പോൾ നമുക്ക് വീണ്ടും ഒരു കണ്ടപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ്. ഇതൊരു പടം ദിലീപേന്റെ കോംബോ അടിപൊളിയായിരുന്നു. ദിലീപേന്റെ എല്ലാവരോടും അടിച്ചേക്കാനുള്ള സംഭവം ദിലീപേന്റെ കയ്യിലുണ്ട്. പിന്നെ ആ കോംബോ കണ്ട് ഏറ്റവും വലിയ കോംബോയാണ് ദിലീപ് മോഹൻലാൽ കോംബോ. അത് തന്നെയാണ് പടത്തിന്റെ മെയിൻ ഫാക്ടർ. ലാലേട്ടൻ വന്നതിന് ശേഷം പടം ഈ ലെവലിലേക്കാണ് പോയത്. Ready? 3